ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നവി സത്യങ്ങളൊക്കെ അറിയാം. അത് ചുമ്മാ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അറിയുന്നത്. അനഘയുടെ വായിന്ന് തന്നെ അറിയാണ്. അനഘയാണെങ്കിൽ ആശുപത്രിയിൽ മരണക്കിടക്കയിൽ കിടക്കുകയാണല്ലോ. അതേസമയം അബിക്ക് വേണ്ടിയിട്ട് വാദിച്ച് നടക്കുകയാണ് നമ്മുടെ നവ്യ. അവസാനം അനഘയ്ക്ക് നവ്യ ഒന്ന് കാണണമെന്ന് അറിയിക്കുകയാണ്. അനഘയാണെങ്കിൽ മരണത്തോടടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അനഘയ്ക്ക് സംസാരശേഷിയൊക്കെ കിട്ടുക. അപ്പോൾ വിളിക്കുകയാണ് അവസാന ആഗ്രഹമായിട്ട് നവ്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നവ്യ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അനഘയെ കാണുകയാണ്. അപ്പോൾ അനഘ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാണ്. ആ അവസ്ഥയിൽ അനഘ പറയാണ് അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള സത്യവും അബി ചെയ്ത കാര്യങ്ങളും ഒക്കെ. അത് കേട്ട് നവ്യ പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം നമ്മുടെ അനഘയ്ക്കാണെങ്കിൽ മരണം സംഭവിക്കുകയും ചെയ്യാണ്. അപ്പോൾ സത്യമാണെന്ന് നവ്യ ഉറച്ചു വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അനഘ അത് പറയില്ലല്ലോ. അങ്ങനെ തിരിച്ചെത്തുമ്പം അബി തിരിച്ച് ജാമ്യമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അബിയെ കുത്തിന് പിടിച്ച് ഇറക്കുകയാണ്. അബിയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അബി നവ്യയുടെ തലയെ തൊട്ട് സത്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നവ്യ വിട്ടുകൊടുക്കുന്നില്ല. അടിച്ച് ശരിയാക്കുകയാണ് അബിയെ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനഘ നന്ദുവിനോട് പറയുന്നുണ്ട്, നീ ഇറക്കി വിട്ടില്ലേലും ഇതിന് മുകളിലൊക്കെ ആൾക്കാരുണ്ടാവും, ഞങ്ങൾ ജാമ്യത്തിനായിട്ട് ശ്രമിക്കുമെന്നൊക്കെ. അങ്ങനെ ജലജ ജാമ്യത്തിനായിട്ട് ചെല്ലുന്നുണ്ട് വക്കീലുമായിട്ട്. അപ്പോൾ നന്ദു പറയാണ് ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ദേ ഇവന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പം ജലജ ചോദിക്കുക അതെന്താ ഇവനെ അത്ര വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത്? ജ്വല്ലറി ചെറിയ തിരിമറിയൊക്കെ നടത്തിയെന്നല്ലേ ഉള്ളൂ. അത് പണത്തിൻ്റെ അത്യാവശ്യം കൊണ്ട് അവൻ ചെയ്തതാ. എല്ലാവരും അവനെ തരം താഴ്ത്തി ഇട്ടിരുന്നത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അതിനിപ്പം കൊലക്കുറ്റമൊന്നും അല്ലല്ലോ എന്ന് പറയാം. അപ്പം നവ്യം പറയാം ശരിയാ, നീയൊക്കെ ആദർശനും നയനിക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോടും അബിയോടും നിനക്ക് അല്ലെങ്കിലും ദേഷ്യമാണെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചി ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അബിയെ വിടാനായിട്ട് പറ്റില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ ഞാൻ അവനെ വിടില്ല. വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. അവിടെ വക്കീലിനെ വെച്ച് വാദിച്ച് ജാമ്യം എടുത്തിട്ട് പോയിക്കോളാൻ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് നവ്യ അതെ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ അങ്ങനെ വെറുതെ ഒന്നും വിടുകയല്ല. ഇതിന് അബിയെ ഞങ്ങൾ ജാമ്യത്തിൽ തന്നെ ഇറക്കും, കോടതി വെച്ച് കാണാമെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് ചേച്ചിക്ക് അറിയില്ല അബി ചെയ്ത തെറ്റെന്താന്ന്. ആദർശേട്ടനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ അല്ല അബി എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അബി ചെയ്ത തെറ്റെന്ന് ചോദിക്കാം. ആദർശ് അതിലും വലിയ തെറ്റ് ചെയ്തിരിക്കുകയല്ലേ. ആദർശിനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ചതിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും നയനിയോ ആ വീട്ടിലുള്ള മറ്റാരോ ആദർശിനെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ അബി ഇത്രയും ചെറിയൊരു കാര്യം ചെയ്തിട്ടും അത് വളരെ വലുതാക്കി ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇടിച്ച് ചതയ്ക്കാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയണം. അതുകൊണ്ട് തന്നെ നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറയാണ് നവ്യ. അങ്ങനെ നവ്യ എല്ലാവരെയും വെല്ലുവിളിച്ച് പോവുക. അപ്പോൾ ജലജയും വെല്ലുവിളിച്ചിട്ട് പോവുകയാണ്. വീട്ടിൽ ചെല്ലുക. വീട്ടിൽ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിയും വാതിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വന്ന് കയറുന്ന കാണുമ്പോഴേ ഒന്ന് കുനിഞ്ഞൊക്കെയാണ് വരുമ്പോഴേ മുത്തച്ഛൻ ചോദിക്കുക അതെന്താ ജലജെ പോയിട്ട് എന്താ ജാമ്യം കിട്ടിയില്ലേ? അബിയെവിടെ? അബിയും കൊണ്ട് നിങ്ങളിപ്പോൾ വരുമെന്നാണല്ലോ ഞങ്ങൾ കരുതിയത്. അപ്പോഴേക്കും ജലജ പറയും ഓ അച്ഛൻ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലേ. ഞങ്ങളെ പരിഹസിച്ചതാണെന്ന് മനസ്സിലായി. അച്ഛൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അവൾ വിളിച്ച് പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലെങ്കിലും നീ പോയപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഇതിൻ്റെ ആവശ്യമില്ലാന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് അനുഭവിക്കണമെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ പോയത് എന്ന് പറയാം. അപ്പം നവ്യ പറയാം എല്ലാവരും ഉപേക്ഷിച്ചാലും ഞങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് അബിയെ പ്രസവിച്ച അമ്മയല്ലേ, ഞാൻ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവനെ ഇറക്കാതെ പറ്റില്ലല്ലോ. അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ ചെയ്ത തെറ്റ് ജ്വല്ലറിയിൽ ഒരു ചെറിയ കള്ളത്തരം കാണിച്ചതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നവ്യെ നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട. ജ്വല്ലറിയിൽ അവൻ ചെറിയ തെറ്റ് ചെയ്തെന്നുള്ളത് ശരി തന്നെയാണെന്ന് പറയാം. അപ്പോൾ നവ്യ പറയാം പിന്നെ അത്രയും ചെറിയ തെറ്റ് ചെയ്തു, കുറച്ച് പണം വെട്ടിച്ചു, അത് സ്വന്തം ജ്വല്ലറിയിലെ തന്നെ. അതിന് വേണ്ടിയിട്ട് കുടുംബക്കാർ തന്നെ കൊണ്ട് ജയിലിലിട്ട് തല്ലി ചതയ്ക്കുമോ? അവിടെ ഒരു ജാമ്യം പോലും എടുക്കാതെ റിമാൻഡിലാക്കി അവിടെ അങ്ങ് ഇട്ട് തളയ്ക്കാനാണോ? അതും വേണ്ട, അവന് 8-10 കൊല്ലം ശിക്ഷിക്ക്. അതും കൂടെ ചെയ്യ്. അത്ര വലിയ തെറ്റല്ലേ ചെയ്തത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്താലോ? മറ്റൊരിടത്ത് നല്ലല്ലോ അബി ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാം സ്വന്തം കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ തെറ്റ്. മറ്റൊരിടത്താണെങ്കിൽ നമുക്കതൊക്കെ അങ്ങ് സഹിക്കാം. അവർ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കാം. ഇത് സ്വന്തം കുലംകുത്തിയായിട്ട് മാറിയിരിക്കുകയല്ലേ ഇവൻ എന്ന് ചോദിക്കാം. അപ്പോൾ ജലജ പറയുന്നുണ്ട് അല്ലേലും ഞങ്ങൾ ഇവിടെ രണ്ടാം തരക്കാർ തന്നെയാണ്, വെറും പുറമ്പോക്കുകളാണ്.
ഞാനും എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് ഇവിടെ ജീവിച്ചത്. ഇപ്പോൾ അവൻ വിവാഹം കഴിച്ച് ഭാര്യയും കുടുംബമൊക്കെ ആയിട്ടും എന്നെയും എൻ്റെ മകനെയും പുറംപോക്കുകളായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇവിടെയുള്ളവർ. അല്ല, ഇങ്ങനൊരവസ്ഥ അവന് വരുമ്പോഴേക്കും ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനെങ്കിലും അവനെ ഒന്ന് സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തോ? പോരാത്തതിന് അവനെ അവിടെ ഇട്ട് തല്ലിച്ചതച്ച് കൊല്ലാനല്ലേ ശ്രമിച്ചത്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, പുറംപോക്കുകളാകാൻ യോഗ്യതയുള്ളവർക്ക് എപ്പോഴും അത് തന്നെയായിരിക്കും അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ മനസാക്ഷിയും മനസ്സും ഒക്കെ ഉള്ളവരായിരിക്കണം. നിന്നെ ഈ വീട്ടിൽ സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തി വരാൻ ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ നീ ഞങ്ങളോട് നന്ദികേടേ ഇന്നുവരെ കാണിച്ചിട്ടുള്ളൂ. മനുഷ്യ സ്വഭാവത്തോടു കൂടി നീ പെരുമാറിയിട്ടുമില്ല. ദുഷ്ട മനസ്സാണ് നിനക്കുള്ളത്. അത് തന്നെയാണ് നിന്റെ മക്കൾക്കും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. നിന്നെ ഇവിടെ വളർത്തിയെന്നും ഈ കുടുംബത്തിൽ ജീവിച്ചു എന്നും വെച്ച് ഇവിടെ ചെയ്യുന്ന എന്ത് തോന്നിയാസവും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ജലജയെന്ന് പറയാം. അല്ലേലും ഞങ്ങൾക്കത് അറിയാമെന്ന് പറയാണ്. അപ്പം നവ്യം പറയാം, ശരിയാ, അങ്ങനെയാ, കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാവർക്കും പാര വരുന്നത്. ഇപ്പം കണ്ടില്ലേ എൻ്റെ 2 അനിയത്തിമാർ, ഒരുത്തി ഇവിടെ തന്നെയുണ്ട്. എനിക്ക് ഈ കുടുംബത്തിൽ തന്നെ പാര വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക. അവളുടെ ഭർത്താവിനെ നല്ലവനാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ തരം താഴ്ത്തും അവൻ മനുഷ്യർ എല്ലാവരുടെയും മുമ്പിൽ. അങ്ങനെ ഒരുത്തി, വേറൊരുത്തി കണ്ടില്ലേ SI ആയിട്ട്. ഏറ്റവും അധികം ഞാൻ അവളെയൊക്കെ സ്നേഹിച്ചതാ. എന്നിട്ട് അവളും കണ്ടില്ലേ അവളുടെ ചേച്ചിക്കും ഭർത്താവിനും വേണ്ടിയിട്ട് എന്നെ എൻ്റെ ഭർത്താവിനെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അബിയെ ജയിലിലിട്ട് നന്ദു തന്നെ തല്ലി ചതിക്കായിരുന്നു. ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റിയില്ല. ഇതിനൊക്കെ അവൾക്ക് അനുഭവം കിട്ടും. അവൾക്കൊരു വിചാരമുണ്ട്, ഇവിടെ ഈ കുടുംബത്തിൽ കയറി അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് നവിക്ക് എന്താ പന്ത്? അത് അനിയും നന്ദുവും കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അവർക്ക് രണ്ടും മനസ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ നന്ദുവിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഓർത്തിട്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് ഞങ്ങൾ നിർബന്ധിക്കാത്തതെന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, ഇല്ല, അതിനു വേണ്ടിയിട്ടും ഈ കുടുംബത്തിൽ കയറി കൂടാൻ വേണ്ടിയിട്ടുമാണ് ആദർശിനെയും നയനെയും അവൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അബിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി നവ്യയും ഈ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ജലജയൻ പറയുന്നുണ്ട്, അതെ അതെ, ജാനകി ആ വിവാഹത്തിന് നടക്കുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛനും അമ്മയൊന്നും ഇരിക്കണ്ട. ജാനകി ആ വിവാഹം നടത്താൻ തയ്യാറല്ല. നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനോട് ജാനകിക്ക് ഇഷ്ടവും ഇല്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ ജലജ എഴുതാപ്പുറം വായിക്കുന്നത്? ഇപ്പം നമ്മൾ ആ കാര്യമൊന്നും ചർച്ച ചെയ്തില്ലല്ലോ. അനിയൻ നന്ദുവിനെയൊക്കെ ഇതിലേക്ക് വലിച്ചിടണോ? അബി ചെയ്ത തോന്നിയാസത്തിനുള്ള ഫലം അവൻ അനുഭവിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ജലജയും അതുപോലെ നവ്യയും കൂടെ അകത്തേക്ക് കയറിപ്പോവാൻ. അത് കഴിയുമ്പം അവർ തീരുമാനിക്കുകയാണ് കേട്ടോ, രണ്ടുപേരും കൂടി ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. നല്ലൊരു വക്കീലിനെ വെച്ച് കോടതിയിൽ തന്നെ വാദിച്ച് അബിയെ പുറത്തിറക്കണം എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. അങ്ങനെ അബിയെ കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് വക്കീലുമായിട്ട് ജലജയും അതുപോലെ തന്നെ നവ്യയും ചെല്ലുമ്പോൾ നന്ദു അബിയെ ഹാജരാക്കുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ കോടതിയിൽ ഇവർ സമർപ്പിക്കുന്നുണ്ട് ജ്വല്ലറിയിൽ ചെയ്ത ചെറിയ മോഷണം കേസുകൾ. അത് മാത്രമാണ് അബി ചെയ്തതെന്ന് അവർ വാദിക്കുകയാണ്. അങ്ങനെ പക്ഷേ നന്ദു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, FIR ഇട്ട് കൊടുക്കുകയാണ്. അബി മറ്റു പെൺകുട്ടിയെ അനഘയെ ഉപദ്രവിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കോടതിയിൽ ആ വക്കീൽ വാദിക്കുന്നുണ്ട് അനഘയുടെ കാര്യം. അനഘയും കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നും അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ കോടതി പറയുമ്പം കോടതി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ ചെയ്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഇനി ജാമ്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിയാലും അതിനെ ശ്രമിക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാമ്യം നിഷേധിക്കണം എന്ന് പറയണം. അപ്പോൾ നവ്യയുടെയൊക്കെ വക്കീൽ വാദിക്കുന്നുണ്ട്, അങ്ങനെ കൊല്ലാൻ ചെന്നതൊന്നും അല്ല, വിവരങ്ങൾ അന്വേഷിക്കാൻ ചെന്നതാണ്. ആ അനഘ എന്ന് പറയുന്ന പെണ്ണ് ആ ആദർശിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ അനഘ വന്ന് ആദർശിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് അബി ഒന്ന് ചൂടായി എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ വീഡിയോ അങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. അബിയോട് ആദർശിനും നയനയ്ക്കുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നന്ദുവിനെ കരിയാക്കിയിരിക്കുകയാണ്. ഇവരെല്ലാം പരസ്പരം ബന്ധുക്കളാണെന്നും നന്ദു അതുകൊണ്ട് SIയുടെ പദവി ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്താണ് അബിയെ ഇങ്ങനെ കുടുക്കിയിരിക്കുന്നതെന്നും ഒക്കെ അങ്ങ് വാദിക്കുക. അപ്പോൾ കോടതി പറയുന്നുണ്ട്, ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും അന്വേഷണം അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ, ജാമ്യം നിഷേധിക്കുന്നില്ല, അബിക്ക് ജാമ്യം കൊടുത്തേക്കാം എന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ ജാമ്യം കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ കൊടുക്കുന്നത്. ദിവസവും സ്റ്റേഷനിൽ ചെന്ന് സൈൻ ചെയ്യണമെന്നും അങ്ങനെയുള്ള കുറേ കരാറുകളൊക്കെ വച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അബിക്ക് ജാമ്യം കൊടുത്ത് വിടുകയാണ്. അങ്ങനെ അബി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ജലജയും നവിയും. നന്ദുവിൻ്റെ അടുക്ക ചെന്ന് വെല്ലുവിളിക്കുന്നുണ്ട് അബിയുമായിട്ട്.
എന്നിട്ട് നന്ദുവിനോട് നവ്യ പറയാ, എടി നന്ദു, നീ വിചാരിച്ചെന്താ അഭിയൊന്നും ഇതിൻ്റെ അകത്ത് കിടന്ന് നിൻ്റെ ഇടി കൊള്ളുമെന്നോ? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. സത്യം ചെയ്യൂടി, അഭി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമാകുന്ന ഒരു സമയം വരുമെന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരിയാ, ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ? കാരണം ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിക്കുകയും അതിനുവേണ്ടി അഭിയെ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ചേച്ചിക്ക് റിപ്പോർട്ട് അറിയില്ല. പിന്നെ കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താതിരുന്നത് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് കൂടിയാണ്. എന്തായാലും ഈ കേസ് അന്വേഷണം പൂർത്തിയായി കഴിയുമ്പം സകല തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ അഭി പൂയെ പൂട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് പറയാം. അപ്പം ജലജ പറയോ, തെളിവുകൾ ഇനി ഉണ്ടാക്കണമല്ലോ നിനക്ക്, കുറേ കള്ള തെളിവുകളൂടി ഉണ്ടാക്കിയിട്ട് എൻ്റെ മോനെ പൂട്ടാൻ വേണ്ടി നീ ശ്രമിക്കേ. എന്താന്ന് വെച്ചാൽ നിന്നെ കൊണ്ടാക്കാവുന്നതൊക്കെ ചെയ്യേ. എന്തായാലും നിനക്ക് അനന്തപുരിയിൽ മരുമകളായിട്ട് വരാമെന്നൊന്നും വിചാരിക്കണമെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നു, എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വേണേലും അനിയും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ എനിക്ക് ധൈര്യമുണ്ട്. അത് അനന്തപുരിയിൽ വന്നിട്ടാണേലും പുറത്തെവിടെയെങ്കിലും ആണെങ്കിലും ഞങ്ങൾ ഒന്നിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഞാനോ അനിയോ എടുക്കാത്തിടത്തോളം കാലം മറ്റാർക്കും ഇത് റോളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ജലജയ്ക്ക് കുറിക്ക് കൊള്ളുന്ന മറുപടി കൊടുക്കുക. അപ്പോൾ അഭി ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് നന്ദുവിനെ. എന്നിട്ട് പറയാണ്, നന്ദു, നീ ഒരു കാര്യം ഓർത്തു, നീ മറ്റുള്ളവരോട് കളിച്ചതുപോലല്ല ഈ അഭിയോട് കളിച്ചത്. നീ CI സച്ചിനെയും അതുപോലെ അനാമികയുടെ അച്ഛൻ വേണുവിനെയൊക്കെ പൂട്ടിയിട്ടുണ്ട്. അവർക്ക് കൊടുത്ത പോലുള്ള രീതിയിലല്ല ഞാൻ നിന്നെ കാണുന്നത്. നീ ഒരു കാര്യം ഓർത്തോ നന്ദു, നീ സ്റ്റേഷനിലിട്ട് എന്നെ തല്ലിച്ചയച്ചില്ലേ? പല കാര്യങ്ങളും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ചില്ലേ? അതിനൊക്കെ ഫലം നിനക്ക് ഞാൻ തന്നിരിക്കും. ഈ അഭിയെ നിനക്ക് ശരിക്കും അറിയില്ല. അന്നേരം നന്ദു പറയേ, എനിക്കറിയാം, ശരിക്കും അറിയാം നിന്നെ. നീ ആരാണെന്നുള്ള വിവരം ഇവിടെ ഞാൻ വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഈ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ, അപ്പം നമുക്ക് കാണാമെന്ന് പറയണം. അഭി പറയുന്നുണ്ട്, അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണേണ്ടി വരും. നീ ചെവിയെ നുള്ളിക്കും നന്ദു. നിന്റെ ചേച്ചി നയന അനന്തപുരി തന്നെ ഉണ്ടല്ലോ, പോരാത്തതിന് അവൾ ഗർഭിണിയുമാണല്ലോ. നമുക്ക് കാണാമെന്ന് പറയാം. അപ്പം നന്ദുവിന് ദേഷ്യം വരിക. നന്ദു പറയുന്നുണ്ട്, എന്താടാ പറഞ്ഞത്? എൻ്റെ ചേച്ചി ഉപദ്രവിക്കുന്നോ? നീ കൂടുതലൊന്നും പറയരുത്. അന്ന് അവിടെ ആ മൂർഖൻ പാമ്പ് വന്നത് എൻ്റെ ചേച്ചി ഉപദ്രവിക്കാൻ വേണ്ടി നീ പ്ലാൻ ചെയ്തതല്ലേ? അതുപോലെ എൻ്റെ ചേച്ചി ഉപദ്രവിക്കാൻ ഇനിയും നീ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ നയനേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഒന്ന് ജീവനോടെ പോലും കാണില്ല എന്ന് നന്ദു വെല്ലുവിളിക്കുക. അപ്പോൾ അഭി ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം എല്ലാം കരുതി കൂട്ടിയാണ് അഭിയും ജലജയും നവ്യയും കൂടെ. നവ്യക്കാണെങ്കിലും നല്ല ദേഷ്യമാണ് നന്ദുവിനോടും നയനയോടും ഒക്കെ. അതുകൊണ്ട് തന്നെ അഭിയും ജലജയുമായിട്ട് ചേർന്ന് നയനയെ കുരുക്കാനുള്ള പണി കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ജലജയും അഭിയും നവ്യയും കൂടെ സംസാരിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിത്രയൊക്കെ പണി ചെയ്തില്ലേ, എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയല്ലോ, നമ്മൾ രക്ഷപ്പെട്ടല്ലോ, നമ്മൾ ജാമ്യത്തിൽ ഇറങ്ങിയില്ലേ, ഈ കേസ് നിനക്കെതിരൊന്നും ആവത്തില്ല, അത്ര വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ ശിക്ഷിക്കുമായിരിക്കും, അതിൽ കൂടുതലൊന്നും വരാനൊന്നുമില്ല, അഭി നീ പേടിക്കേണ്ടെന്ന് നവ്യ പറയുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, എനിക്ക് എവിടെയാ പേടി, എനിക്കൊരു പേടിയില്ല. പക്ഷെ നിൻ്റെ അനിയത്തി ഉണ്ടല്ലോ നന്ദു, അവളെന്നെ ജയിലിലിട്ട് തല്ലി ചതച്ചു, അതിന് പകരം വിട്ട് ഞാൻ എന്ന് പറയുമ്പം നവ്യ പറയാം, അതൊന്നും വേണ്ട അഭി, ഇനി അതൊക്കെ അങ്ങ് വിട്ടേരെ, അവളുടെ ചോരത്തിളപ്പ് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്, സർവീസിൽ കയറിയതല്ലേ ഉള്ളൂ, നമുക്ക് അവളെ പൂട്ടാം. പിന്നെ അത് തന്നെയല്ല, നയനയോടും ആദർശിനോടുമുള്ള സ്നേഹം കൊണ്ടാണ് അവളത് ചെയ്തത്, അവരത് ചെയ്യിപ്പിച്ചതാ, ആദർശും നയനയും കൂടി എന്ന് പറയുമ്പോൾ ജലജ പറയാ, ശരിയാ, ആദർശും നയനയും കൂടി ചെയ്യിപ്പിച്ചതാ, അഭിയെ എങ്ങനെയെങ്കിലും ജുവലറികളുടെ ചുമതലകളിൽ നിന്ന് മാറ്റണം, അതിനുള്ള കളിയാണ് അവർ കളിച്ചത്, എല്ലാത്തിൻ്റെ തലപ്പത്ത് ആദർശിന് തന്നെ എത്തണം, അതാണ് അവൻ്റെയൊക്കെ ആഗ്രഹം. ഇനിയിപ്പം നയന ഗർഭിണിയല്ലേ, അവൾ പ്രസവിച്ച് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പിന്നെ ആ കുഞ്ഞിനായിരിക്കും അനന്തപുരിയിൽ 1-ാം സ്ഥാനം, നമ്മളൊക്കെ 2-ാം സ്ഥാനക്കാർ പോയിട്ട് പുറംപോക്കിൻ്റെ വില പോലും കിട്ടില്ല എന്ന് ജലജ പറയുമ്പം അഭിയും പറയാ, ശരിയാ, ആ കാര്യത്തെ ഇനി മറക്കണ്ട, നമ്മുടെ കുഞ്ഞിന് ഈ കുടുംബത്തിൽ ഒരു വിലയുണ്ടാവില്ല, നയനയുടെ കുഞ്ഞിനായിരിക്കും എല്ലാ സ്വത്തുക്കളും കൊടുക്കുക. അന്ന് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതാണ്, ആദർശിനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനാണ് ഈ അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുക, ആ കുഞ്ഞാണ് അതിനൊക്കെ അർഹതപ്പെട്ടതെന്ന്. ഏത് വകയിലാണ് ആ കുഞ്ഞ് അർഹതപ്പെടുന്നത്? എന്ത് ചെയ്തിട്ടാണ് ആ കുഞ്ഞിന് സ്വത്തുക്കൾ മുഴുവൻ കൊടുക്കുന്നത്? ആദർശാണത്രേ ഈ കുടുംബം നോക്കുന്നത്, അതുകൊണ്ട് അവൻ്റെയും നയനയുടെയും കുഞ്ഞിന് എല്ലാം കൊടുക്കുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല,
എല്ലാ അധികാരങ്ങളും അവരുടേക്ക് അങ്ങ് പോവുകയെ ചെയ്യുന്നേ എന്ന് പറയുമ്പോൾ നവ്യയും പറയുക, ശരിയാ, അങ്ങനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട്. ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിനുള്ള അവകാശം എൻ്റെയും അബിയുടെയും കുഞ്ഞിനും ഉണ്ട്. അതുകൊണ്ട് അവരുടെ കുഞ്ഞിന് തന്നെ എല്ലാം കൂടെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കുഞ്ഞിനും കിട്ടേണ്ട അവകാശം കിട്ടിയിരിക്കണം എന്ന് പറയാം. അപ്പോൾ അബി പറഞ്ഞു കൊടുക്കണം, അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നയന ഇപ്പോൾ ഉടനെ പ്രസവിക്കരുത്. നയനയുടെ വയറ്റിലുള്ള ഈ കുഞ്ഞ് ഇല്ലാതാവണമെന്ന് പറയാൻ. അപ്പം നവ്യ പറയാം, എന്താ അബി നീ ഉദ്ദേശിച്ചത്? അപ്പം ജലജ് പറയാ, അവന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞു ഇല്ലാതാവണം എന്നാ പറഞ്ഞത്. അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാ പറഞ്ഞത്. ഇനിയും നമ്മളൊന്നും കാണാത്തതുപോലെ നിന്നാൽ നമുക്ക് തന്നെ അതിൻ്റെ നഷ്ടം ഉണ്ടാവുകയുള്ളെന്നാണ് അവൻ പറഞ്ഞതെന്ന് പറയാം. അപ്പം നവ്യക്കൊരു ചാഞ്ചാട്ടമൊക്കെ വരുമോ മനസ്സിന്. അപ്പം നവ്യ പറയാ, ഏയ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട. എന്തൊക്കെയാണേലും നയന എൻ്റെ അനിയത്തിയല്ലേ, അവളുടെ വയറ്റിലുള്ള ഒരു ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയായ കാര്യമല്ല. അബിയും അമ്മയൊക്കെ നിങ്ങളുടെ പഴയ സ്വഭാവത്തിലേക്ക് പോവാണോ? ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. വേറെന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറ, അല്ലാതെ വയറ്റിൽ കിടക്കുന്ന ഒന്നും അറിയാത്ത കുഞ്ഞിനെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് നവ്യ എടുത്തടിച്ച് പറയുമ്പോൾ ജലജ പറയാ, ആ പറ്റില്ലെങ്കിൽ പറ്റില്ല, നീ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നോ? നിനക്കും നിന്റെ കുഞ്ഞിനും ഉണ്ടാകാൻ പോകുന്ന സ്ഥാനം പെരുവഴിയായിരിക്കും. അപ്പം മനസ്സിലാവും നീ ആഗ്രഹിച്ചു വന്നത് അനന്തപുരിയിലെ സ്വത്തുക്കൾ തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പം അബിയും പറയുന്നുണ്ട്, അമ്മ ദേഷ്യപ്പെടാതെ, ദേ നവ്യ ഇപ്പം അത് സമ്മതിച്ചില്ലെന്നേ ഉള്ളൂ. സമാധാനപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പം അവളത് സമ്മതിക്കും. കാരണം നമ്മളോട് ചെയ്തിരിക്കുന്ന ക്രൂരതകളൊക്കെ എന്തൊക്കെയാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നമ്മൾ അവളോട് പ്രത്യേകിച്ച് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറയാം. എന്നാലും നവ്യയുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അനഘയാണെങ്കിൽ ആശുപത്രിയിൽ വയ്യാതെ കിടക്കുകയാണല്ലോ. നല്ല രീതിയിൽ അനഘയ്ക്ക് സീരിയസ് ആവുകയാണ്. അനഘയുടെ അസുഖം മൂർച്ഛിച്ചു വരിക. അപ്പോൾ ഡോക്ടർ അനഘയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് തന്നെ അനഘ സംസാരിക്കുകയാണ്. എന്തൊക്കെയോ വായിന്ന് ഇങ്ങനെ സംസാരം വരികയാണ്. അപ്പോൾ നേഴ്സ് പെട്ടെന്ന് ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരിക. അപ്പോഴേക്കും ഡോക്ടർ വരുമ്പം അനഘ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറിന് സന്തോഷമാവും. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മാറിയെന്ന്. അപ്പോൾ ആ ഒരു തളർച്ചയും ഒക്കെ മാറി, കൈയും കാലും ഒക്കെ അനക്കാൻ തുടങ്ങി, സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുക ചെറിയൊരു തോതിൽ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നല്ല മാറ്റം ഉണ്ടല്ലോ കുട്ടി, നിൻ്റെ ആ കോമ സ്റ്റേജിനൊക്കെ നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, എന്തൊക്കെ മാറ്റം ഉണ്ടെങ്കിലും നിൻ്റെ അസുഖം, ക്യാൻസർ എന്ന് പറയുന്ന അസുഖം, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോൾക്ക് അധികം ആയുസ് ഉണ്ടാവാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇതേ ഇപ്പോൾ അവസാന നിമിഷം ഇങ്ങനെ സംസാരിച്ചല്ലോ എന്നൊക്കെ ഡോക്ടർ നേഴ്സിനോട് പറയുക. അപ്പോൾ ഇത് അനഘ കേൾക്കുന്നുണ്ട്. അപ്പോൾ അനഘയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. ഇനി അധികം നാളെ എന്തായാലും താൻ ജീവിച്ചിരിക്കില്ല എന്ന് അനഘയ്ക്ക് അറിയാം. അപ്പോഴേക്കും അനഘയുടെ മനസ്സിൽ ഇത് മുഴുവൻ കിടക്കുക. മനസ്സിലെ കൊച്ചിനെ കാണണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഡോക്ടറിനോട് പറയുന്നുണ്ട്, എനിക്ക് ചന്തുമോളെ ഒന്ന് കാണണം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറയുക. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വരാനായിട്ട് വിളിച്ച് പറയുകയാണ് കേട്ടോ ഡോക്ടർ നയനയോട്. അങ്ങനെ നയനയും ആദർശും ചന്തുമോളെ കൊണ്ട് വരികയാണ് അനഘയുടെ അടുത്ത്. അപ്പോൾ അനഘ കുഞ്ഞിനെ കാണുമ്പം കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശം നയനയും പറയുകയാണ്, ഒരുപാട് സന്തോഷമായി, സംസാരിക്കാൻ തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ അസുഖവും മാറും, അനഘയൊന്നും പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അബി എന്ന് പറയുന്ന ഒരു ചതിയൻ അവിടെ ഉണ്ട്. അവൻ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാനൊന്നും ശ്രമിക്കില്ല, ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെയാണ് വളരുന്നത്. പക്ഷേ അനഘ അസുഖം മാറി വരികയാണെ ചന്തുമോളെ അനഘയുടെ അടുത്ത് തന്നെ കൊണ്ടുവിടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനഘയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുക. എന്നിട്ട് അനഘ പറയുന്നുണ്ട്, എനിക്ക് നവ്യ ഒന്ന് കാണണം എന്ന് പറയുമ്പം നയന പറയും, എന്തിനാ, അവൾ കാണണ്ട, അവളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറയുമ്പം അനഘ പറയാം, ഇല്ല, ഇതെൻ്റെ അവസാന ആഗ്രഹമായിട്ട് കൂട്ടി, നിങ്ങൾ അനഘയൊന്ന് നവ്യ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണമെന്ന് പറയാണ്. അങ്ങനെ ആദർശം നയനയും കൂടി നവ്യയോട് ചെന്ന് പറയുന്നുണ്ട്, നവ്യയെ കാണണമെന്ന്. ആ അനഘ പറഞ്ഞു, ഈ ചന്തുമോളുടെ അമ്മ. അപ്പം നവ്യ പറയാ, ഇല്ല, എനിക്ക് അവളെ കാണണ്ട, ഞാനെന്തിനാ അവളെ കാണുന്നത്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയാണ്, ആ പെൺകുട്ടിയുടെ അവസാന ആഗ്രഹമാണെന്നാണ് പറഞ്ഞത്, ഡോക്ടർ വഴി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാ, പറ്റുമെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ നവ്യൊന്ന് പോയി കാണണമെന്ന് പറയാം. അപ്പം നവ്യ ആലോചിക്കുകയാണ്, മരണം കാത്തു കിടക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, ഒന്ന് പോയി കണ്ട് സംസാരിക്കാം എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ അനഘ തീരെ വയ്യാതെ കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൂടി നവ്യോട് പറയുന്നുണ്ട് അടുത്തിരിക്കാൻ. നവ്യ അങ്ങനെ അടുത്ത് ചെന്ന് നിന്ന് കഴിയുമ്പം നവ്യയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അനഘ ഈ സത്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ, അബിയെക്കുറിച്ചിട്ടുള്ളത്. അബിയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പം നവ്യ വിശ്വസിക്കുന്നില്ലേ, ഇല്ല, അബി അങ്ങനെ ചെയ്യില്ല, നിങ്ങളെല്ലാവരും കൂടെ ഒത്തു കളിക്കുന്നതാണെന്ന് പറയുക. അപ്പം അനഘ പറയാണ്, ഒരിക്കലുമല്ല, ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന എനിക്കിനി എന്ത് കിട്ടാനാണ് ഞാൻ അബിയെ കുറ്റപ്പെടുത്തുന്നത്,
എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ. അത് മുത്തശ്ശനോട് പറയാൻ പോയ സമയത്ത് അവനാണ് എന്നെ ഉപദ്രവിച്ച് ഈ അവസ്ഥയിലാക്കിയത്, എന്നെ കോമാ സ്റ്റേജിലാക്കിയത്. പിന്നെ ഓരോ നിമിഷവും ഞാൻ ജീവൻ വയ്ക്കുന്നുണ്ടോയെന്ന് അവൻ നോക്കിയാണ് നടന്നത്. എൻ്റെ മരണം കാത്തിരുന്നവനവൻ. ഇനിയെങ്കിലും മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഈ സത്യം അറിയണം. ആദർശേട്ടൻ നിരപരാധിയാണ്. അയാളുടെ തലയിൽ ഈ കുറ്റം വച്ച് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുപോലെ അഭി ഒരു ചതിയനാണെന്ന് പറയാണ് കേട്ടോ. അപ്പം ഈ സത്യം അങ്ങ് അറിഞ്ഞു കഴിയുമ്പം ത്തേക്കും നവ്യ അത് വിശ്വസിക്കുക. അപ്പം അത് കഴിഞ്ഞ് നവ്യ പുറത്തിറങ്ങി കഴിയുമ്പോഴേ അറിയുന്നത് അനഘ മരിച്ചു എന്നുള്ള വിവരമാണ്. അങ്ങനെ അനഘ മരിച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും നവ്യയ്ക്ക് അത് വിശ്വാസമാവുകയാണ്. മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞ കാര്യമല്ലേ. നവ്യ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബി എവിടെയുണ്ട്. അബിയെ വിളിച്ചിറക്കി നിർത്തുക. എന്നിട്ട് അബിയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇല്ല ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നീ എന്നെ വിശ്വസിക്കണം, അവൾ മരിച്ചില്ലേ, അവൾ ആ മരണസമയത്ത് ബോധമില്ലാതെ പേയും പിച്ചും പറഞ്ഞതായിരിക്കും, നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയൊക്കെ ചെയ്യാണ്. ഞാനല്ല ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നാനക പറയാം, ഇനി നീ എന്നോട് ഇക്കാര്യം പറഞ്ഞു വരരുത്. എല്ലാവരും ഇതൊക്കെ പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു, നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊട്ടുക്കുകയാണ് കർണക്കുറ്റി നോക്കി അബിയുടെ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. അങ്ങനെ എല്ലാ സത്യങ്ങളും നവ്യ അറിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.